എന്താ ചത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കുന്നതിന് തുല്യമായ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന വിരുദ്ധമായി നേതാക്കൾ സംസാരിക്കുന്നെങ്കിൽ, പ്രചരണങ്ങൾ നടത്തുന്നെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷന് കഴിയണമായിരുന്നു. TN ശേഷനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്ന് ആദ്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾ മോദി നടത്തിയിട്ടുണ്ടെങ്കിൽ നോട്ടീസ് നൽകേണ്ടതും നടപടിയെടുക്കേണ്ടതും മോദിക്കെതിരെയാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് വിദ്വേഷ പ്രസംഗവും മറ്റും ഇരുകൂട്ടരും നടത്തിയെന്ന് ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദി ആയാലും രാഹുൽ ഗാന്ധി ആയാലും ഖാർഗെ ആയാലും നടത്തിയ പല പ്രസംഗങ്ങളും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും എല്ലാം എതിരാണ് എന്നാണ് കണ്ടെത്തൽ. പക്ഷെ അങ്ങനെ കണ്ടെത്തിയെങ്കിലും നടപടിയെടുക്കാനുള്ള ബാധ്യത ഇരു പാർട്ടികളുടെയും അധ്യക്ഷന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം പ്രധാനമന്ത്രി മോദി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് നദ്ദയാണ്, BJPയുടെ ദേശീയ പ്രസിഡന്റ് നദ്ദയാണ്. രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗങ്ങളിൽ നടപടി എടുക്കേണ്ടത് കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയാണ്. അപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഖാർഗെയ്ക്കും അതുപോലെ നദ്ദയ്ക്കുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾ മോദി നടത്തിയിട്ടുണ്ടെങ്കിൽ നോട്ടീസ് നൽകേണ്ടതും നടപടിയെടുക്കേണ്ടതും മോദിക്കെതിരെയാണ്. അതുപോലെ രാഹുൽ ഗാന്ധി അത്തരത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ നോട്ടീസ് നൽകേണ്ടതും നടപടിയെടുക്കേണ്ടതും രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. അപ്പൊ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാതെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നും അത് ഗുരുതരമാണെന്നും ഇനി അത് ആവർത്തിക്കരുതെന്നും ഇരു നേതാക്കൾക്കും പാർട്ടിയുടെ അധ്യക്ഷന്മാർ വിശദീകരണം ചോദിച്ച് നടപടിയെടുക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഇതുപോലെ ഒരു തീരുമാനം മുൻകാലങ്ങളിൽ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും എടുത്തിട്ടില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് എല്ലാ അധികാരങ്ങളും, കാരണം കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള അധികാരങ്ങളുള്ള കാലമാണ് തെരഞ്ഞെടുപ്പ് കാലം. മറ്റ് അധികാര സ്ഥാപനങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളെല്ലാം ഫ്രീസ് ചെയ്തിട്ട് ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണത്തിൽ മാത്രമാണ് നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ദേശീയതയ്ക്കെതിരെയും നമ്മുടെ ഭരണഘടന വിരുദ്ധമായും നേതാക്കൾ സംസാരിക്കുന്നെങ്കിൽ, പ്രചരണങ്ങൾ നടത്തുന്നെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷന് കഴിയണമായിരുന്നു. ഓർമ്മ വരുന്നത് TN ശേഷൻ എന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയാണ്. പാലക്കാട്ടുകാരനായ കൽപ്പാത്തിക്കാരനായ TN ശേഷനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്ന് ആദ്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്. അപ്പോ അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ അത്രയും ശക്തമായിരുന്നില്ലെങ്കിലും നിഷ്പക്ഷമായ നടപടികൾ എടുക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇക്കുറി വളരെ പക്ഷപാതപരമായ നടപടികളാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം 6 ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിയുകയാണ്. ഈ സന്ദർഭത്തിൽ ഇനി ഇവരെ നിയന്ത്രിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. കാരണം രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും തങ്ങളുടെ സമ്മതിദാനം നിറവേറ്റി കഴിഞ്ഞു. അവരെ എല്ലാം തന്നെ ഈ നേതാക്കൾ സ്വാധീനിക്കുകയോ സ്വാധീനിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ചത്ത കുഞ്ഞിന്റെ ജാതകം വായിക്കുന്നതിന് തുല്യമായ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ അംഗങ്ങളുടെ നിയമനത്തിൽ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിപക്ഷ നേതാവും മാത്രം അംഗങ്ങളായുള്ള സമിതി ഇവരെ നിയോഗിച്ചത് മുതൽ തുടങ്ങിയ ഒരു ആശങ്കയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പക്ഷപാതപരമായി പെരുമാറി എന്ന് പറഞ്ഞാൽ അത് സാമാന്യ ബുദ്ധിയുള്ള ആരും തള്ളിക്കളയില്ല എന്നാണ് തോന്നുന്നത്.